നിലമ്പൂരിനെ ചൂടുപിടിപ്പിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് നമുക്കൊപ്പം അതിഥിയായി ചേരുകയാണ്. വെരി ഗുഡ് മോർണിംഗ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. എല്ലാവിധ ആശംസകളും. ആദ്യമേ കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷം. ഞാൻ ഇടയ്ക്കൊന്ന് വിളിക്കാൻ ശ്രമിച്ചിരുന്നു, തിരക്കിലായതുകൊണ്ട് അങ്ങ് എടുത്തില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ വലിയ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷനൊക്കെ അവസാനിച്ചു. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഇന്നലെ മുതൽ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 2016-ഉം 2025-ഉം എന്താണ് അങ്ങ് കാണുന്ന വ്യത്യാസം? ഇക്കുറി നിലമ്പൂരിലെ നിലം UDF-ന് എങ്ങനെയാണ് അനുകൂലമാവുക ശ്രീ ആര്യാടൻ ഷൗക്കത്ത്? വളരെ അനുകൂലമാണ് എന്നത് നമ്മൾ വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വിധികൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം നിലമ്പൂര് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് നിലമ്പൂരിൽ കഴിഞ്ഞു പ്രിയങ്ക ഗാന്ധിയുടെ. അതിൽ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട് നിയോജക മണ്ഡലത്തിൽ വയനാട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ വലിയ ഭൂരിപക്ഷമാണ് നിലമ്പൂർ കൊടുത്തത്. കാരണം 65,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നിയോജകമണ്ഡലം കൊടുത്തത്. മാത്രമല്ല അതിന് തൊട്ടു മുൻപും അത് കഴിഞ്ഞും നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിന്റെ സീറ്റുകൾ തിരിച്ചു പിടിക്കാനും മാത്രമല്ല UDF-ന്റെ സീറ്റുകൾ നിലനിർത്തിയത് തന്നെ വലിയ ഭൂരിപക്ഷത്തിനാണ് നിലനിർത്തിയത്. 67 വോട്ടിനൊക്കെ ജയിച്ച സിറ്റിംഗ് സീറ്റ് 397 വോട്ടിനൊക്കെയാണ് പിന്നീട് ജയിക്കുന്നത്. ഇവിടെ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഒരു UDF-ന്റെ ഒരു തിരിച്ചുവരവിന് കൃത്യമായ മണ്ണൊരുങ്ങിയിരിക്കുന്നു എന്നത് യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഞങ്ങളുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിലുള്ള ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നിയോജകമണ്ഡലം കൺവെൻഷനുകൾ, പഞ്ചായത്ത് കൺവെൻഷനുകൾ, ബൂത്ത് തല കൺവെൻഷനുകൾ, ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കാൻ നമുക്ക് സാധിച്ചു. സ്ക്വാഡ് രൂപീകരിച്ചു. എല്ലാ പ്രവർത്തനങ്ങളും പണ്ടെങ്ങുമില്ലാത്ത രൂപത്തിലുള്ള ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. വലിയ ഭൂരിപക്ഷത്തിന് ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന വലിയ ശുഭാപ്തി വിശ്വാസം. മാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത്, പാലക്കാടിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടിക്കുള്ളിലോ മുന്നണിക്കുള്ളിലോ, അതായത് മുന്നണി എന്ന് പറഞ്ഞാൽ ഞാൻ PVN തന്നെ മാറ്റിവെച്ചിട്ടാണ് ഈ പറയുന്നത്, വലിയ അപസ്വരങ്ങളില്ല. ഇന്നലെ താങ്കളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് 3 മിനിറ്റിനുള്ളിൽ തന്നെ VS ജോയിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. താങ്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി കോൺഗ്രസ്, ഒരപശബ്ദവും ഇല്ലാതെ കോൺഗ്രസ് താങ്കളുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസിനുള്ളിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. മുന്നണിയിലെ നിലവിലുള്ള ഘടകകക്ഷികളിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതൊരു വലിയ ഒറ്റക്കെട്ടായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നൊരു ആത്മവിശ്വാസം കിട്ടുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല ഞങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നിപ്പും, ഞങ്ങൾ വളരെ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ ഈ കാര്യം. നിങ്ങളോടടക്കം റിപ്പോർട്ടർ ചാനലിനോടടക്കം നമ്മൾ പറഞ്ഞതാണ്. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരെയാണോ പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഞാനും ജോയിയും അടങ്ങുന്ന മുഴുവൻ ആളുകളും ഞങ്ങൾ ഒരുമിച്ച് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് ആര് കാൻഡിഡേറ്റ് ആയാലും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പാർട്ടി ദൌത്യമേൽപ്പിച്ചു. എന്നെപ്പോലെ തന്നെ യോഗ്യതയുള്ള, സമാനമായ യോഗ്യതയുള്ള, അതേപോലെ തന്നെ അർഹതയുള്ള നിരവധി ആളുകൾ ഈ പാർട്ടിയിലുണ്ട്. പക്ഷെ എന്നെയാണ് പാർട്ടി ദൌത്യമേൽപ്പിച്ചത്. ആ ദൌത്യം ഞാൻ മാത്രമല്ല പൂർത്തീകരിക്കുന്നത്. ഞങ്ങളൊരു ടീമായി നിന്നുകൊണ്ടാണ് ആ ദൌത്യം പൂർത്തീകരിക്കാൻ, ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും നീങ്ങുന്നത്. പിണറായിസത്തെ നേരിടാനുള്ള കരുത്ത് ആര്യാടൻ ഷൗക്കത്തിനില്ലേ? ഞാൻ നമ്മളിവിടെ പ്രധാനമായിട്ട് നേരിടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ ആയിരിക്കുമല്ലോ. യാതൊരു സംശയവും കാര്യത്തിലില്ലല്ലോ. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലത്തൊക്കെ 965 മുതൽ തന്നെ നിലമ്പൂരിലുള്ള പ്രധാന മത്സരം വന്നത് അല്ലെങ്കിൽ മൂന്നാമതൊരു കക്ഷിയുമായിട്ടല്ല. നിലമ്പൂരിൽ ഈ CPM നേതൃത്വം വഹിക്കുന്ന മുന്നണിയും കോൺഗ്രസ് നേതൃത്വം വഹിക്കുന്ന മുന്നണിയും തമ്മിൽ തന്നെയാണ് കഴിഞ്ഞ കാലത്തൊക്കെ ഇവിടുത്തെ പ്രധാന മത്സരം നടന്നത്. ആ മത്സരം തന്നെയായിരിക്കും ഇവിടെ നടക്കുന്ന, യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ കൃത്യമായി ദുരിതപൂർണമായ, ദുസ്സഹമായ കേരളത്തിലൊരവസ്ഥാവിശേഷത്തെക്കുറിച്ചുള്ള വലിയ ചിന്തകളും ചർച്ചകളും മാത്രമല്ല ഒരു വിധിയെഴുത്തുകളും ഉണ്ടാവും. അതേപോലെ തന്നെ നിലമ്പൂരിലെ പ്രാദേശികമായ, നിങ്ങൾക്കറിയാം, അരുണൊക്കെ തന്നെ നിരവധി തവണ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടുത്തെ മലയോര കർഷകർ അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ.
ഈ കാട്ടാന ആക്രമണത്തിൽ ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം 1950കളിലും 60കളിലുമൊക്കെ നിലമ്പൂരിലേക്ക് കുടിയേറി വന്ന മധ്യ തിരുവിതാംകൂറിൽ നിന്നൊക്കെ വന്ന കർഷകർ അവരാണ് വാസ്തവത്തിൽ ഈ മണ്ണിൽ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിച്ചത്. അവരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നിലമ്പൂരിനെ ഈ ഒരു വലിയ കാർഷിക മേഖലയുടെ ഉണർവുണ്ടായിത്തീർന്നത് മലയോര മേഖലയിൽ. പക്ഷേ ആ കർഷകരൊക്കെ അധ്വാനിക്കുന്ന കർഷകർ, അവർ വിയർപ്പൊഴുക്കിയ കർഷകർ, ആ കർഷകർ അവർ വിയർപ്പൊഴുക്കിയ മണ്ണിൽ തന്നെ അവരവിടെ കാട്ടാന ആക്രമണത്തിൽ അല്ലെങ്കിൽ കാട്ടുമൃഗ ആക്രമണത്താൽ അവർ രക്തം ചിന്തി മരിക്കേണ്ട ഒരവസ്ഥാവിശേഷം 1ഉം 2ഉം 10ഉം തവണയല്ല നിലമ്പൂരിലുണ്ടായത്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം എന്നത് തന്നെയാണ്. ഇവിടുത്തെ നിലമ്പൂരിലെ ആദിവാസികൾ ഇപ്പോഴും 300ഓളം കുടുംബങ്ങൾ, 200 ചില്ലാനം കുടുംബങ്ങൾ ഇപ്പോഴും 2019 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കവളപ്പാറ ദുരന്തത്തോട് അനുബന്ധിച്ചുണ്ടായ ആ വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ട 200 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയാണ്, അതിന്റെ ഉള്ളിൽ കഴിയാണ്. അവർക്ക് ശൗചാലയമില്ല, കുടിവെള്ളമില്ല, കിടപ്പാടമില്ല, ഒക്കെയില്ല. അത്തരം പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ചർച്ചയാവുന്നത്, യാതൊരു സംശയവും ആ കാര്യത്തിൽ. ഇതിൽ PV അൻവറിന് ഈ സംശയം വരാൻ കാര്യം എന്താണ്? താങ്കൾ വലതുപക്ഷത്തെ ഇടതുപക്ഷക്കാരനാണ് എന്നാണ് താങ്കളെക്കുറിച്ച് PV അൻവർ വിശേഷിപ്പിച്ചത്. ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഓരോരുത്തരുടെ വിശേഷണത്തെക്കുറിച്ച്, ഓരോരുത്തരുടെ പരാമർശത്തെക്കുറിച്ച് ഞാനിങ്ങനെ പ്രതികരിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മുന്നിൽ നിരവധി കാര്യങ്ങൾ എന്റെ മുന്നിൽ ജനങ്ങളുമായി സംവദിക്കാനുണ്ട്. വളരെ കുറച്ച് സമയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. കാരണം ഇനിയൊരു 10, 22, 23 ദിവസങ്ങളേ ഉള്ളൂ. നല്ല മഴയാണ്. ഇതിനിടയിൽ ജനങ്ങളുമായി നിലമ്പൂരിന്റെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യണം. അതുകൊണ്ട് ഞാൻ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞ് വിവാദത്തിന്റെ പുറകെ പോയി ഞാൻ പറയാൻ ഉദ്ദേശിച്ച മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളെയും പോലെ നമ്മുടെ നമ്മൾ തൃക്കാക്കരയിൽ കണ്ടതുപോലെ, പുതുപ്പള്ളിയിൽ കണ്ടതുപോലെ, പാലക്കാട് കണ്ടതുപോലെ മിന്നൽ വേഗത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു അഭിപ്രായ വ്യത്യാസത്തിനുമിടയില്ലാത്ത വിധം, പാലക്കാട് മാത്രമല്ല എക്സെപ്ഷൻ, പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഏറ്റവും സുന്ദരമായൊരു നിമിഷത്തിൽ അത്തരം ചില പരാമർശങ്ങൾ താങ്കളെ വേദനിപ്പിച്ചു. എനിക്കറിയാം താങ്കളെ പോലെ ഒരു നേതാവ് വളരെ ജെനുവിനായിട്ടാണ് മനുഷ്യരുമായിട്ട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ താങ്കൾ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെ നടത്തിയ ചില പഠനങ്ങളിലൊക്കെ ആളുകളുടെ അഭിപ്രായം താങ്കൾ വളരെ ജെനുവിനായി അവരോട് സംസാരിക്കുന്നു. അത് എതിർപ്പുണ്ടെങ്കിൽ പോലും താങ്കൾ അത് മറച്ചു വയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്ന അരുണ് തന്നെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത്, മുനിസിപ്പൽ ചെയർമാനായിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അരുൺ അന്ന് ദൂരദർശനിലാണ് എന്നാണ് ഞാൻ തോന്നുന്നത്. അന്ന് കേരളത്തിലെ ആദ്യമായി സ്കൂളിൽ ഒരു പാർലമെന്റ് നടത്തിയത് അരുണാണ് അത് പ്രധാനമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര നന്നായിട്ട്. കാരണം ഞാൻ 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റും 5 വർഷം മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയിരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ, അത് ഇടതുപക്ഷമെന്നോ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയോ എന്നോ നോക്കാതെ എല്ലാ ഗവൺമെന്റുകളും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകാരങ്ങൾ നൽകുകയൊക്കെ ചെയ്തിട്ടുള്ള പഞ്ചായത്താണ്. അതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചത് എന്റെ മാത്രം കഴിവുകൊണ്ടല്ല, ഇവിടെ നിലമ്പൂരുള്ള മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ്. അതിൽ രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് ആദ്യമായി എല്ലാവരും 4ാം ക്ലാസ് വിദ്യാഭ്യാസം നേടിയ ഗ്രാമമായി നിലമ്പൂരിനെ മാറിയത് അത്തരം പദ്ധതികൾ, അങ്ങനെ നിരവധി ഞാൻ താങ്കൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവന്ന ഒരുപക്ഷെ വലിയ കെട്ടിടങ്ങളോ ആ രീതിയിൽ വലിയൊരു വ്യവസായ പാർക്കോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും മാനവ വിഭവശേഷിയുടെ മാറ്റത്തിന് താങ്കൾ കൊണ്ടുവന്ന ചില പ്രധാനപ്പെട്ട സൂചകങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ഞാൻ അങ്ങയെ ബുദ്ധിമുട്ടിക്കുകയല്ല, എങ്കിൽ പോലും ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു പോരാട്ടം കൂടി ആയതുകൊണ്ടാണ്. ഈ PV അൻവർ ഫാക്ടർ താങ്കളെ അലോസരപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ? ഞാൻ ഇതിൽ ഈ ചോദ്യം അവസാനിപ്പിക്കാം. PV അൻവറിന്റെ ഒരു ഇടപെടലും പ്രതികരണവും താങ്കളെ ബുദ്ധിമുട്ടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ നമുക്കറിയാം, നമുക്ക് നമ്മൾ ആരോടാണ് പ്രധാനമായിട്ടും നേരിടുന്നത്. ആ നേരിടുന്ന പോരാട്ടത്തിൽ കൂടെ നിൽക്കാൻ പരമാവധി ആളുകളെ നമ്മൾ കൂട്ടുക എന്ന് തന്നെയാണ് ഏത് സ്ഥാനാർത്ഥിയുടെയും ലക്ഷ്യം.
അപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷത്തെക്കുറിച്ചാണ് പി.വി. അൻവർ സംസാരിക്കുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പി.വി. അൻവറിന് പറയാനുള്ളതെങ്കിൽ അത്തരം പി.വി. അൻവറിനെയും കൂടെ കൂട്ടുന്നത് സ്വാഭാവികമാണല്ലോ. എന്തായാലും ഒരു പോരാട്ട ഘട്ടത്തിൽ ആർക്കെതിരെയാണോ നമ്മൾ കൃത്യമായി നമ്മൾ പൊരുതുന്നത്, ആ പൊരുതുമ്പോൾ നമ്മുടെ പരമാവധി നമ്മുടെ ആളുകളുടെ കൂടെ കൂട്ടിക്കൊണ്ടായിരിക്കും പോരാട്ടം. അതൊരു ചരിത്ര വസ്തുതയാണ്. ഏത് പോരാട്ട ഘട്ടത്തിലും നമ്മൾ കാണിക്കുന്ന ഒരു കൃത്യമായ ഒരു പോരാട്ടത്തിന്റെ അതിന്റെ സാങ്കേതികമായ ഒരു കാര്യം കൂടിയാണ്. അപ്പൊ എന്തായാലും ഇത് പരമാവധി ആളുകളെ ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രധാനമായ ലക്ഷ്യം. എന്തായാലും അതിന് പരിപൂർണമായ പിന്തുണ, ഈ നാടിന്റെ പിന്തുണ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടുകൂടിയാണ് താങ്കൾക്ക് എല്ലാ സമുദായങ്ങളിലും ആ അർത്ഥത്തിൽ ഒരു സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് ഒരു സാംസ്കാരിക മുഖം കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. BDJS ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഏറ്റവും ഒടുവിൽ അറിയുന്നു. ഗിരീഷ് ആയിരിക്കും മിക്കവാറും മത്സരിക്കാൻ സാധ്യതയുള്ളത്. അതവിടെ നിൽക്കുന്നു. ക്രിസ്ത്യൻ സമുദായങ്ങളിൽ താങ്കൾക്ക്, കുടിയേറ്റ കർഷകരുടെയിൽ താങ്കൾക്ക് അവരുടെ ഇടയിലൊക്കെ ഇടപെടാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. അവരുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഈ ഘട്ടത്തിലുണ്ടോ? ഇപ്പോൾ താങ്കളുടെ സിനിമകളോടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നവർ, ആ ആളുകൾ പോലും താങ്കൾക്കറിയാമല്ലോ യാഥാസ്ഥിതിക വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരുണ്ട്. അവർ പോലും ആര്യാടൻ ഷൗക്കത്തായിരുന്നു ശരി എന്നൊരു തിരിച്ചറിവിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ ആര്യാടൻ ഷൗക്കത്തായിരുന്നു ശരി തെറ്റ് എന്നതിനേക്കാൾ ഉപരി ഇന്നത്തെ വർത്തമാനകാലത്ത് ഇന്ന് നേരിടുന്ന പ്രധാനമായ പ്രതിസന്ധികൾ എന്താണ് എന്നത്, പിന്നെ ഇവിടുത്തെ നിലമ്പൂരിലെ എല്ലാ വിഭാഗം സമൂഹങ്ങളായിട്ടും ഒരു വളരെ അടുത്ത ബന്ധം പുലർത്തിപ്പോരുന്ന ഒരു കുടുംബമാണ് എൻ്റെത് വർഷങ്ങളായിട്ട്. കാരണം നമുക്കറിയാം, ഇവിടെ 1950കളിലും 60കളിലും ഇവിടെ കുടിയേറ്റ കർഷകർ ഈ നിലമ്പൂരിലേക്ക് ചേക്കേറി ഈ മണ്ണിൽ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നമ്മൾ പഠിപ്പിച്ചത് കുടിയേറ്റ കർഷകരാണ്. അവരെ സംരക്ഷിച്ചത്. അവർ വലിയ പ്രശ്നങ്ങളായിരുന്നു. അവരുടെ സ്ഥിരമായിട്ട് അവരെ കാര്യമായിട്ട് ഫോറസ്റ്റുകാർ ഉപദ്രവിച്ചിരുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഉപദ്രവം ഉണ്ടായിരുന്നു. അവിടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലായിരുന്നു. കാട്ടുമൃഗ ശല്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലത്ത് നിലമ്പൂരിലെ അവരെയൊക്കെ സംരക്ഷിച്ചു പോകുന്ന ഒരു വലിയ പൈതൃക നിലമ്പൂരിനുണ്ട്. ആ സംരക്ഷണത്തിന് നേതൃത്വം കൊടുത്തത് ഒരു 5 പതിറ്റാണ്ട് കാലമായി എൻ്റെ പിതാവായിരുന്നു. ആ കാലം മുതലുള്ള ഒരു വലിയ ബന്ധം ഈ മനുഷ്യരുമായിട്ടുണ്ട്. അത് എൻ്റെ കുടുംബത്തിനുണ്ട്, എൻ്റെ പിതാവിനുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വലിയ ബന്ധത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ എങ്ങനെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ജാതി തിരിച്ചുള്ള അല്ലെങ്കിൽ മതം തിരിച്ചുള്ള ഒരു സംഭവം നിലമ്പൂരില്ല. നിലമ്പൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നിലമ്പൂരിൻ്റെ ഒരു പൈതൃകം എന്ന് പറയുന്നത് നിലമ്പൂർ എന്നും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളുടെ സമ്മിശ്രമായ ഒരു മതേതര സ്വഭാവത്തോടു കൂടി എല്ലാവരും ഒരുമിച്ച് നീങ്ങുന്ന ഒരു വലിയ പൈതൃകം കൂടിയുള്ള മണ്ണാണ് ഈ നിലമ്പൂർ. നിലമ്പൂരിനൊരു വലിയ പ്രത്യേകത അതുകൂടിയാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, താങ്കളെ കുറിച്ച് ഒരു ആക്ഷേപം ഉയരുകയും അത് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ആ സംശയം നമുക്ക് ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കാം. അതായത് താങ്കൾ ഇടതുമുന്നണിയുമായി ചർച്ച നടത്തിയിരുന്നു, അവിടെ സ്ഥാനം കിട്ടാത്തത് കൊണ്ട് തിരിച്ചു വന്നു എന്ന രീതിയിൽ ഒരു ആക്ഷേപം ഇന്നലെ ഉയർന്നു. പി.വി. അൻവറാണ് ഉയർത്തിയത്. താങ്കൾ വിവാദത്തിന് മറുപടി പറയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ചിലരുടെയെങ്കിലും മനസ്സിലൊരു സംശയം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്? എപ്പോഴെങ്കിലും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി താങ്കൾ ഇടതുമുന്നണിയുമായി ചർച്ച നടത്തിയിരുന്നു? ഞാനിത് ദിവസങ്ങൾക്ക് മുൻപേ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ അതിനൊരു മറുപടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ പിതാവ് മരിക്കുന്നതിന് മുൻപ് എൻ്റെ പിതാവ് എന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ, കോൺഗ്രസിന്റെ പതാക പുതപ്പിക്കാൻ മറക്കരുത് കേട്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കും എൻ്റെ ജീവിതത്തിലുള്ള ആഗ്രഹം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു പതാക പുതച്ച് കിടന്നുറങ്ങണം എന്നതാണ്. എന്നേക്കുമുള്ള നിത്യതയിലേക്കുള്ളൊരു ഉറക്കം, അത് കോൺഗ്രസിന്റെ ഒരു പതാക പുതച്ചുകൊണ്ടാവണം എന്നതാണ് എന്റെയും അഭിലാഷവും എൻ്റെ ആഗ്രഹം. ഇതേ വാക്ക് ഞാൻ നിങ്ങളോട് എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് ഇതേ ചോദ്യം നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞത്. എനിക്കത് മാത്രമേ ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. എല്ലാവിധ ആശംസകളും നേരുന്നു ആര്യാടൻ ഷൗക്കത്ത്. പോരാട്ടം ശക്തമായി തുടരുക. താങ്കൾ എങ്ങനെയാണോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ വിജയിച്ചു കയറിയത്, അങ്ങനെ വിജയിച്ചു കയറാൻ കഴിയട്ടെ ആര്യാടൻ ഷൗക്കത്ത്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു അരുൺ.